ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നൽമൊഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 20 അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 11 മുതൽ 15 വരെ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിനു മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഏവർക്കും സുപരിചിതമായ വേദഭാഗമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 11 വാക്യത്തിൽ വലിയ വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനെക്കുറിച്ച് നാം വായിക്കുന്നു. ഇത് ക്രിസ്തുവാണ് എന്ന് നമുക്ക് തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല എന്ന് നാം വായിക്കുന്നു. 2 തരത്തിൽ നമുക്ക് ഈ വാക്യത്തെ കാണാൻ സാധിക്കും. വലിയ വെള്ളസിംഹാസനം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റ് സിംഹാസനത്തെക്കാൾ വലിയതും ശക്തിയേറിയതും ആണ്. വെള്ള എന്നത് വിശുദ്ധിയെയും പവിത്രതയും ഒക്കെ കാണിക്കുന്നു. എന്നാൽ ഇവിടെ വെള്ളസിംഹാസനത്തിൻ്റെ പ്രത്യേകത ഈ ലോകത്തിൻ്റെ എല്ലാ ന്യായപീഠങ്ങളെക്കാളും എല്ലാ കോടതികളെക്കാളും ഉയർന്നതും നീതിയുള്ളതും ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ആകാശത്തിനും ഭൂമിക്കും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ഗ്രഹങ്ങൾ ചലിക്കുന്നതും ഭൂമി കറങ്ങുന്ന വേഗതയും മഴയും വെയിലും വരുന്നതൊക്കെ നിയമങ്ങൾക്ക് ഉള്ളിൽ അവ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ആകാശത്തിനും ഭൂമിക്കുമുള്ള നിയമങ്ങൾ ഈ വെള്ളസിംഹാസനത്തിനു മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ഒന്നാമതായി, വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്ന വ്യക്തി സകല ഭൂമിക്കും ആകാശത്തിനും മേൽ ശക്തനാണ്. രണ്ടാമതായി, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും നിയമങ്ങളെക്കാൾ നീതി നടപ്പാക്കുന്ന ആളാണ് വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെ അനീതിയും കുറ്റകൃത്യങ്ങളും വായിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ കണ്ടറിയുമ്പോൾ നീതി വേണമെന്ന് നിങ്ങളുടെ ഹൃദയം വാഞ്ചിച്ചിട്ടില്ലേ? ഇത് ചെയ്ത ആൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം എന്ന് കൊതിച്ചു പോയിട്ടില്ലേ? നീതിക്ക് വേണ്ടിയുള്ള ഈ വാഞ്ചയാണ് പലരെയും പോരാട്ടത്തിലേക്കും സമരത്തിലേക്കുമൊക്കെ നയിക്കുന്നത്. ഇവിടെ വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഒരു ഉറപ്പാണ് നീതിയുള്ള വിധിയും ദുഷ്ടന്മാർക്ക് വെച്ചിട്ടുള്ള ന്യായവിധിയും. 12 വാക്യം നമുക്ക് വായിക്കാം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൻ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. വെള്ളസിംഹാസനത്തിനു മുമ്പിൽ ആബാലവൃദ്ധം നിൽക്കുന്ന ഒരു ചിത്രം. ജാതി മത ഭേദമന്യേ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും നിൽക്കുന്ന കാഴ്ചയാണ് ദർശകൻ കണ്ടത്. പുസ്തകങ്ങൾ തുറന്നു. എന്താണ് ഈ പുസ്തകങ്ങൾ? നമുക്കറിയാം, ഭാരതത്തിൽ ഒരു ന്യായാധിപൻ ഒരു വിധി പറയണമെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഭരണഘടന, ഈ പുസ്തകങ്ങളൊക്കെയാണ് തുറക്കുന്നത്. ഇതിന് അനുസൃതമായ വിധിയാണ് പുറപ്പെടുവിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് നമ്മളെല്ലാവരും ഒരുപക്ഷെ നിരപരാധികളായിരിക്കാം. കാരണം നമ്മൾ ആരും ജയിലിലല്ലല്ലോ. നമ്മുടെ മനസ്സാക്ഷിയുടെ പുസ്തകം തുറന്നാലോ? നമ്മുടെ സ്വന്തം മനസ്സാക്ഷിക്ക് അനുസരിച്ച് നാം ശിക്ഷയ്ക്ക് പാത്രരാവില്ലേ? കള്ളം പറയുന്നത് തെറ്റാണ് എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ പലപ്പോഴും അത് പിടിക്കപ്പെടാറില്ല. കോടതി വിധിയിലൂടെ ഒരു ശിക്ഷയൊന്നും നമുക്ക് ലഭിച്ചു എന്ന് വരില്ല. നിങ്ങൾ 1314 കള്ളങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുക. വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ
നിങ്ങൾ ശിക്ഷ ലഭിക്കുവാൻ യോഗ്യനല്ലേ? അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് എന്ന് നിങ്ങൾക്കറിയാം. 3536 പ്രാവശ്യം അന്യൻ്റെ മുതൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മനസാക്ഷിയുടെ പുസ്തകം തുറക്കുമ്പോൾ നിങ്ങൾ കുറ്റക്കാരനാവില്ലേ? ഓരോ മനുഷ്യൻ്റെയും മനസാക്ഷി എന്ന് പറയുന്നത് ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നാം ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, മാതാപിതാക്കൾ പഠിപ്പിച്ചത്, സമൂഹത്തിൽ നിന്ന് പഠിച്ചത്, ഇതെല്ലാം നമ്മുടെ നീതിബോധത്തെയും മനസാക്ഷിയെയും ബാധിക്കും. അതുകൊണ്ടാണ് വെള്ളസിംഹാസനത്തിൻ്റെ വിധി ഒരു പുസ്തകത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. പുസ്തകങ്ങൾ തുറക്കുമ്പോൾ നമ്മിൽ ആരും നീതിമാന്മാരായി കാണുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും നാം ചിന്തിക്കും, ഞാൻ മറ്റുള്ളവരെക്കാൾ നീതിമാനാണ്, അവരെക്കാൾ നന്നായാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ അതല്ല വെള്ളസിംഹാസനത്തിൻ്റെ വിധിക്ക് മാനദണ്ഡം എന്ന് എപ്പോഴും ഓർക്കണം. ഒരിക്കലും ഒരാളെ കൊന്നിട്ട് അടുത്ത വീട്ടിലെ ആൾ 3 പേരെ കൊന്നു, ഞാൻ ഒരാളെയല്ലേ കൊന്നുള്ളൂ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. പുസ്തകങ്ങൾ അനുസരിച്ച് വിധിയുണ്ടാകുന്നുവെങ്കിൽ അതിൻ പ്രകാരമുള്ള ശിക്ഷ പ്രാപിക്കുവാൻ നാം എല്ലാവരും യോഗ്യരാണ്. ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ. ആ മാർഗത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നാം ചിന്തിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ.